നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് സർവേ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ സൈറ്റിൽ നമ്മുടെ പ്രൊഫൈൽ എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, സർവേ കിട്ടുക. അതുമാത്രമല്ല നമുക്ക് മറ്റ് സർവേ സൈറ്റിലെന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സൈറ്റിൽ കയറിയാൽ എന്തുണ്ടാവും, സർവേ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സൈറ്റിലാണെങ്കിൽ നമുക്ക് ഒരു ദിവസം സർവേ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം സർവേ കാണത്തില്ല. പിന്നെ ഒരു മണിക്കൂർ സർവേ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2-3 മണിക്കൂറിന് ശേഷമായിരിക്കും പിന്നെ സർവേ കിട്ടുക. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ സൈറ്റ് ഏതാനും എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യേണ്ടത്, എത്ര രൂപ നമുക്ക് കിട്ടുമെന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടാലോ. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് PGM പാനൽ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന്. ഏൺ മണി ഓൺ സർവീസ്. സർവേ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റാണ്. ഇവിടെ നമ്മൾ ഷെയർ യുവർ ഒപ്പീനിയൻ ആൻഡ് ഏൺ മണി ബൈ ടേക്കിംഗ് പാർട്ട് ഇൻ സർവേ. കണ്ടോ, സർവേയിലൂടെ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നമ്മുടെ പ്രൊഫൈൽ എങ്ങനെയാണോ നമ്മൾ ഫില്ല് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, സർവീസ് കിട്ടുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മൾ പിന്നെ ഈ ഒരു PGM എന്ന് പറയുന്ന ഒരു സൈറ്റിൻ്റെ പ്രത്യേകത, നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ നമുക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ എൻ്റർ ചെയ്യണമെന്നില്ല. അതല്ലാതെ നമുക്ക് നമ്മുടെ പേര് മാറ്റിക്കൊടുക്കാം, പിന്നെ നമ്മുടെ അഡ്രസ്സ് മാറ്റിക്കൊടുക്കാം. ഇന്നത് കറക്റ്റായിട്ടുള്ളതൊക്കെ തന്നെ വേണമെന്നില്ല. പക്ഷെ നമ്മളത് ഓർത്തിരിക്കണം. നമ്മൾ കൊടുക്കുന്നത് ഇന്ന പേരാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലമാണ് കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. മാറിപ്പോകരുത്. കാരണം നമ്മുടെ സർവേ അല്ലെങ്കിൽ പ്രൊഫൈലിൻ്റെ ബേസിലായിരിക്കും ഒരു സർവേ ചോദിക്കുന്നത്. അതിന് ചിലപ്പം ഇന്ന സർവേ എന്നായിരിക്കില്ല, ചിലപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള സർവേ ആയിരിക്കും അവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏതെങ്കിലും പ്രോഡക്റ്റിനെ പറ്റി ആയിരിക്കും ചോദിക്കുക. അതിന് ഇന്ന സർവേ എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ കൊടുക്കുമ്പോഴത്തേക്കിനും ആദ്യം കൊടുത്ത പ്രൊഫൈൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മറന്നു പോകരുത്. മറന്നു പോകുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേത് തന്നെ കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലർക്ക് പേടി കാണും ഇതുപോലെയുള്ള സർവേയിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട്. അങ്ങനെ പേടിയുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ കൊടുക്കാം. പക്ഷേ അത് ഓർത്തിരിക്കണം. ഇപ്പോൾ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജോലി ഉണ്ടെന്ന് കൊടുക്കാം. സ്ഥലമൊക്കെ ഇച്ചിരി വേറെ സർവേ ഒക്കെ ഒരുപാട് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പേര് കൊടുക്കുക. പക്ഷേ അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. ഇന്ന സ്ഥലമാണ് കൊടുത്തതെന്നുള്ളത്, ഇന്ന ജോലിയാണ് കൊടുത്തതെന്നുള്ളതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സർവേ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വർക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ അവർ പാനൽ എന്നുള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഒരു മിനിമം എമൗണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സൈനപ്പ് ഓപ്ഷൻ വരുമ്പോൾ നമ്മുടെ മെയിൽ ID, പാസ്വേഡ്, ഫീമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് പിന്നെ ലോഗിൻ ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്ക് മെയിൽ IDയിലേക്ക് വെരിഫിക്കേഷൻ ലിങ്ക് വരും. അത് വെച്ചിട്ട് നമുക്ക് മെയിൽ വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിവിടെ വർക്കെന്ന് പറയാനായിട്ട് സർവേ മാത്രമേ ഉള്ളൂ. നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഹോം പേജിലേക്ക് പോകും. അവിടെ നമുക്ക് സർവേ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആദ്യമേ നമ്മൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ ചോദിക്കുക. അതിനുശേഷം നമുക്ക് അല്ലാത്തുള്ള സർവേ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സർവേ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതിൽ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വായിക്കാൻ അറിയാവുന്നവർക്ക്, ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക.